Welcome back to the video lecture series of fluid machinery. In this session, we will discuss about the important equations used in the centrifugal pump and the derivation for the work done by the impeller on water. So, the assumptions made for the derivation of work done by the impeller on water in a centrifugal pump are: the water enters the impeller in radial direction, that is alpha is equal to 90 degree, and no energy loss in the impeller due to friction and eddy formation. No loss due to shock at entry. Uniform distribution in the narrow passage between the vanes. And these are the assumptions made for the derivation part. And this is a velocity triangle for the centrifugal pump. So, ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിത് ഈ ഒരു കർവ് ഫസ്റ്റ് ഇനിഷ്യലി അങ്ങോട്ട് വരച്ചേക്കുക. ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുക. ദാറ്റ് ഈസ് ഐ വിൽ ഷോ യു. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഏതായാലും കുഴപ്പമില്ല. ഒരു കർവ് നീട്ടി അങ്ങോട്ട് വരച്ചേക്കുക. ഓക്കെ, സോ ദെൻ ബ്ലേഡ് വരയ്ക്കുക. ഇതാണ് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്, ഓൾറെഡി ഉള്ളത് ലെഫ്റ്റ് സൈഡിലേക്കാണെന്ന് മാത്രം. ഓക്കെ, ദെൻ ഈ ബ്ലേഡിൻ്റെ പാർട്ട് തന്നെയാണ് ആദ്യം വരച്ച ആ കർവ് എന്ന് പറയുന്നത്. അത് ലീവ് ചെയ്യുന്നത് VR2, എൻ്റർ ചെയ്യുന്നത് VR1. സോ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി, സോ ദാറ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, റേഡിയലായിട്ട് 90 ഡിഗ്രിയിൽ വരച്ചു. ഇവിടെ ഇപ്പം 90 ഡിഗ്രി, ഇവിടെ V1 വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ V1 തന്നെയാണെന്ത്, VF1, ദാറ്റ് ഈസ് the component, vertical component and horizontal component of V1 are VW1 and VF1. നമ്മൾ VW1 ഉം VF1 ഉം വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്നത് ഒരു സിമ്പിളായിട്ട് പറയുന്നതാണ്. ടാൻജൻഷ്യൽ ഡയറക്ഷന് പാരലലും പെർപെൻഡിക്കുലറും ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ VF1 and VW1, here VW1 is 0 and VF1 is V1 itself. സോ ആ ആംഗിൾ മേക്ക് ചെയ്തത് VR1 മേക്ക് ചെയ്തത് തീറ്റയാണ്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റിൻ്റെത് എൻട്രിയിൽ തീറ്റ തന്നെയായിരിക്കും ഓൾവേസ്. ദെൻ V1 മുതൽ VR1 വരെയുള്ള ആ ഗ്യാപ്പ് നമ്മൾ എന്തായിട്ട് U1 ആയിട്ട് എടുത്തു. സോ നമ്മളിവിടെ പറഞ്ഞതുപോലെ ജസ്റ്റ് ആ കേർവിൽ കൂടി വന്ന് ലീവ് ചെയ്യുന്നത് പോകുന്നത് VR2. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യു ക്യാൻ ഡ്രോ V2. ഇവിടെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരച്ചതിലാണെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം, V2 വരയ്ക്കാം. ദെൻ ക്ലോസ് ട്രയാങ്കിൾ. സോ ദെൻ V2ൻ്റെ കമ്പോണൻസ് VF2, ഹിയർ ഇറ്റ് ഈസ് VF2 ആൻഡ് അതർ വൺ VW2. ഓക്കെ, ദെൻ ദി കമ്പോണൻറ്റ് VW2 and VF2, the other part are U2 minus VW2, where U2, V2 VR2 തമ്മിലുള്ള ഗ്യാപ്പ് V2 ഇവിടെ ആയിരുന്നു ആൻഡ് VR2 ഇവിടെ വന്നിരുന്നു. സോ ദാറ്റ് ആ ഗ്യാപ്പാണ് U2. ഇതാണ് വെലോസിറ്റി ട്രയാങ്കിൾ ഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. R1 എന്നുള്ളത് എൻട്രിയിലുള്ള റേഡിയസ് ആണ് എല്ലായ്പ്പോഴും. R2 എന്നുള്ളത് എക്സിറ്റിലുള്ള റേഡിയസ് ആണ്. ഒരിക്കലും ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് അത് R1 R2 എന്ന് കൺസിഡർ ചെയ്യാണ്ടിരിക്കുക. എല്ലായ്പ്പോഴും എൻട്രിയിലുള്ള റേഡിയസിനെ R1 ആൻഡ് എക്സിറ്റ് റേഡിയസ് ആസ് R2. ആൻഡ് ω2 എന്നുള്ളത് ഒമേഗ എന്നുള്ളത് 2πn/60 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇക്വേഷൻ എടുക്കുക. U2 ആൻഡ് U1. Omega R1 is U1 and omega R2 is U2 alpha, as already told you, 90 degree. So നമ്മൾ ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് പോലെ, ലീനിയർ മൊമെൻറ്റം ഓഫ് വാട്ടർ അറ്റ് ദ ഇൻലെറ്റ് ടിപ്പ് ഓഫ് ദ വെയിൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഇംപെല്ലർ എന്ന് പറയുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ ആൻഡ് component of velocity of water in the direction tangential to the velocity at inlet, അത് their product ആണ്. സോ നമ്മൾ എടുക്കുമ്പോൾ ρQ VW1, ഓക്കെ, ρQ ഇൻറ്റു VW1. ρQ ആണ് അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ്, VW1 ആയിരുന്നു അതിൻ്റെ
കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ ആയിട്ട് വന്ന കമ്പോണൻറ്റ്. ബട്ട് VW1 എൻട്രിയിൽ 0 ആയതുകൊണ്ട് ആ വാല്യൂ 0 ആയിരിക്കും. എക്സിറ്റിലാണെങ്കിൽ എന്ത് കിട്ടും? റോ ക്യൂ ഇൻറ്റു VW2 എന്നുള്ള എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. സോ ദാറ്റ് നെക്സ്റ്റ് ആങ്കുലാർ മൊമെൻറ്റം എൻട്രിയിലുള്ളത് 0 ആയിരുന്നു ഓൾറെഡി, ലീനിയർ, അതുകൊണ്ട് R1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇറ്റ് വിൽ ബി 0. ദെൻ ഫൈനൽ ആങ്കുലർ മൊമെൻറ്റം റോ ക്യൂ VW2 ആയിരുന്നു എന്ത്? ലീനിയർ മൊമെൻറ്റം അറ്റ് ദി എക്സിറ്റ്. സോ ആങ്കുലാർ മൊമെൻറ്റം അറ്റ് എക്സിറ്റ് എന്തായിരിക്കും? ഇൻറ്റു R2, റോ ക്യൂ VW2 ഇൻറ്റു R2. So torque exerted by the impeller on water, rate of change of angular momentum of water, right? So and rate of change in the rho q VW2 R2 minus initial എന്തായിരുന്നു 0, so that rho q VW2 R2 ആയിരിക്കും അതിൻ്റെ torque. Okay, then watt ton per second or watt power exerted by impeller on water എന്തായിരിക്കും? torque into omega, that is force into velocity എന്ന് പറയുന്ന പോലെ torque into omega. So torque already we got as rho q VW2 R2 then into omega. So R2 omega is U2, so that you can write എന്താണ്? rho q omega to U2, that is called impeller power. നമുക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ പവർ എക്സെർട്ടറിന് എന്ത് പറയാം? റോ ക്യൂ VW2 U2 മൈനസ് റോ ക്യൂ VW1 U1. ഇവിടെ എൻട്രിയിൽ VW1 0 ആയതുകൊണ്ട് ഈ ടേം എന്തായി? 0 ആയി പോയതാണ്. ഓക്കെ, സോ റോ ക്യൂ VW2 U2 എന്ന് കിട്ടി. നമ്മൾ എനർജി ലോസസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് നോ എനർജി ലോസ് ഇൻ ദ ഇംപെല്ലർ occurring due to friction and eddy formations are considered, impeller power is equal to എന്തായിരിക്കും? water power. So rho q VW2 U2 is equal to rho GQH. From that equation we can calculate H is equal to VW2 U2 by G. So pressure head exerted by the impeller H ആയിട്ട് എടുത്തു. So Euler's pressure head H is equal to VW2 U2 by G. അതാണ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള pressure head. So let us see some of the various heads of centrifugal pump. So suction lift എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ തൊട്ട് സെൻറ്റർ ഓഫ് പമ്പ് വരെയുള്ള ഡിസ്റ്റൻസിന് പറയുന്ന ആ ഹൈറ്റിന് പറയുന്ന പേരാണ് എന്ത്? സക്ഷൻ ലിഫ്റ്റ്. അപ്പോൾ ഡെലിവറി ലിഫ്റ്റ് എന്ന് പറഞ്ഞാലോ സെൻറ്റർ ഓഫ് പമ്പ് മുതൽ നമ്മൾ എവിടെ വരെയാണോ ഡെലിവർ ചെയ്യുന്നത് വാട്ടർ അതിൻ്റെ ലെവൽ വരെ, that is center of impeller to the free surface of water in the discharge tank, അതിനെയാണ് ഡെലിവറി ലിഫ്റ്റ് എന്ന് പറയുക. സോ ദാറ്റ് ടോട്ടൽ ലിഫ്റ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു HS പ്ലസ് HD. സക്ഷൻ്റെയും ഡെലിവറിയുടെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ലിഫ്റ്റിൻ്റെ സമ്മാണ് ടോട്ടൽ ലിഫ്റ്റ്. ദെൻ സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സക്ഷൻ ലിഫ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ സക്ഷൻ ലിഫ്റ്റ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യണം. പിന്നെ എന്താണ്? ഫ്രിക്ഷണൽ ലോസ്, സക്ഷൻ പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ലോസും കൺസിഡർ ചെയ്യണം. പ്ലസ് അവിടെയുള്ള വെലോസിറ്റി ഹെഡും, ഇത് ഇത്രയും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് സക്ഷൻ ഹെഡ് ആയിട്ടുള്ളൂ. സോ HS is equal to small hs സക്ഷൻ ലിഫ്റ്റ് പ്ലസ് head loss due to friction in the suction side VS square plus divided by 2G. So that is about suction head. Delivery head അതുപോലെ തന്നെയാണ് HD plus HFT plus V square by 2G. And the static head is definitely suction head plus delivery head. Then Euler's head എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡെറൈവ് ചെയ്ത് വെച്ചേക്കുന്ന ഇക്വേഷൻ ആയിരുന്നു. ആ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ്റെ ആണ് പമ്പിൻ്റെ കേസിൽ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ VW2 U2 by G ആണ് ഓയിലേഴ്സ് ഹെഡ്. ദെൻ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഹെഡ് മൈനസ് പമ്പ് ലോസസ്. തിയററ്റിക്കൽ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് VW2 U2 by G minus pump losses. Or here HM is equal to HS plus HD plus HFS plus HFT plus VD square by 2G, or this is equation for HM. Thank you for watching this video.